ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. നമ്മളെല്ലാവരും ധാരാളം വചനം കേൾക്കുന്ന ആളുകളാണ്. ഇന്ന് സാബു സഹോദരൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു വാക്യത്തിൽ നിന്ന് ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-8 വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അപ്പോൾ സഭയെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന ആ സമയത്തെക്കുറിച്ചാണ് കുഞ്ഞാടിൻ്റെ വിവാഹം എന്ന് പറയുന്നത്. ഒരു മനോഹരമായ സാദൃശ്യമാണ് യഥാർത്ഥത്തിൽ കർത്താവ് തൻ്റെ സഭയെ, തൻ്റെ കാന്തയെ സ്വീകരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പിന്നെ ഒരു വിശേഷ വസ്ത്രം ധരിക്കാൻ, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാകുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ ആകുന്ന വിശേഷ വസ്ത്രമാണ് സഭയ്ക്ക് അലങ്കാരമായിട്ട് നിത്യതയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ആ സഭയുടെ അലങ്കാരത്തിലേക്ക് ആ കാന്തയെ ഒരുക്കുന്നതിൽ നമ്മളുടേതായിട്ടുള്ള പങ്ക് എന്താണ് എന്നുള്ളത് ഞാനിങ്ങനെ സഹോദരൻ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മെ ഒരുക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു വിശേഷ വസ്ത്രവുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, തന്നെത്താൻ ഒരുക്കുന്നവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള വസ്ത്രമാണ് ഈ വിശുദ്ധവും വിശേഷവുമായ ശുഭ്രവസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ തന്നെത്താൻ ഒരുക്കുന്നത്? തന്നെത്താൻ ഒരുക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ അത് പൂർണ്ണമാകില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴുമാണ്, ഈ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം അനേക വർഷങ്ങൾ ഒരു സഭയിൽ മെമ്പറായിരുന്നിട്ടും വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. തിരുവതാഴ ശുശ്രൂഷയിൽ സഭയിൽ പോകുമ്പോഴൊക്കെ പങ്കെടുക്കുന്നതായിട്ടുള്ള ഒരാൾക്ക്, അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രയോ ഭീകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ കിടക്കട്ടെ. രക്ഷിക്കപ്പെട്ടു എന്ന് സമ്മതിക്കുന്നതായിട്ടുള്ള നമ്മളുടെ മുമ്പോട്ടുള്ള പോക്ക് അതെങ്ങനെയാണ്? ആമുഖമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. പാപികൾക്ക് സ്വർഗരാജ്യത്തിൽ കിടക്കാൻ കഴിയുമോ? പറ്റുമോ? പാപവും കൊണ്ട് സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റുമെന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? ശരി, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപമില്ലാതെ
ഒരു സമ്പൂർണ്ണ വിശുദ്ധി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആരെങ്കിലും ജീവിച്ചിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? അതും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ്? പാപിക്കൊട്ട് പോകാനും പറ്റില്ല, പാപമില്ലാത്ത ആളുകളൊട്ട് ഇല്ലതാൻ. അപ്പം എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള പ്രത്യാശ അല്ലേ? പിന്നെ വചനത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്, വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു എന്നും ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയെന്നും പ്രവചനമൊക്കെ നടത്തിയ ആളുകളോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒരു നാളും അറിയുന്നില്ല എന്നൊക്കെ കർത്താവ് പറയുന്നുമുണ്ട്. അപ്പം ശരിക്കും ഈ നിത്യതയിലേക്കുള്ള വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എന്തോ ഒരു സംശയം ഉണ്ടോ? എവിടെയോ ഒരു സംശയം കിടപ്പുണ്ടല്ലേ? ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്ന് വിശദീകരിച്ച് പറയണം, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നും പറയണം. അല്ലാതെ ഉണ്ടെന്നും ഇല്ല എന്നും പറയുന്നതിന് ഉത്തരമാവില്ല. അപ്പോൾ പാപിക്ക് സ്വർഗത്തിൽ പോകാനും പറ്റില്ല, പാപിയല്ലാത്ത ആരുമോട്ട് ഇല്ലതാനും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നിത്യതയിലേക്ക് പോകുന്നതിന് കർത്താവ് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള വഴി? ഇത് മനസ്സിലാക്കാതെ ഇരുന്നാൽ, പ്രിയമുള്ളവരെ, ഞാനൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ, അറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കാര്യം അറിയില്ല എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണെങ്കിലും പല സഭകളിലും അതിനെ വിരുദ്ധമായി പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ പലയിടത്തുനിന്ന് പല കാലങ്ങളിൽ കേട്ടതായിട്ടുള്ള പല കാര്യങ്ങൾ ഒരു അവിയൽ പരുവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കിടക്കുകയാണ്. എന്തൊക്കെയോ ചില പൊതുധാരണകളുണ്ട്. രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുമെന്നും ചിലപ്പോൾ രക്ഷ നഷ്ടപ്പെടുമെന്നും രക്ഷപ്പെടുകയില്ലെന്നും അതിനെക്കുറിച്ച് തന്നെ നമുക്കൊരു കാഴ്ചപ്പാടില്ല. കാരണം അങ്ങനെയും ഇങ്ങനെയും പഠിപ്പിക്കുന്നവരുണ്ട്. അവർ തമ്മിൽ അങ്ങനെ അവിടെ ഇവിടെ എല്ലാം വാദപ്രതിവാദങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആരും ജയിക്കുന്നതായിട്ടോ ആരും തോക്കുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതുമില്ല. അപ്പോൾ പിന്നെ എന്താണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്? നമ്മൾ രൂപാന്തരപ്പെടണം, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും അല്ലേ നമുക്ക് വേണം. അങ്ങനെയല്ലേ? പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ, ക്രിസ്തു എന്ന തലയോളം വളരുവിൻ എന്ന ആരും തൊട്ട് വളർന്നതായിട്ട് നമുക്ക് കാണാനുമില്ല. അങ്ങനെ ക്രിസ്തുവിൻ്റെ തലയോളം വളർന്നതായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും അത്രയും അവകാശപ്പെടാൻ ഉള്ള ധൈര്യവും അഹങ്കാരവും ഒന്നും നമ്മളിൽ ആർക്കും ഇല്ല എന്നുള്ളതുകൊണ്ട് അത്രയും നമുക്ക് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നും ഞാൻ കഴിഞ്ഞ ഇത്ര കാലങ്ങളായിട്ട് പാപം ചെയ്തിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞതായിട്ടുള്ള പല ആളുകളും ഈ ലോകത്ത് ജീവിച്ച് ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്. എന്താണ് ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രക്ഷാകര പദ്ധതി? ഒരാൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ആ കർത്താവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് എന്ന് വിശ്വസിച്ച് നാം പാപികളാണെന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു. നമ്മളെ തന്നെ ത്യജിച്ച് ആ യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് നാം സ്വീകരിക്കുന്നു. ആ നിമിഷം ദൈവം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, നീ നീതിമാൻ. അല്ലേ? അതിനെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് നമ്മൾ വായിക്കുന്നത്. അതിനു പകരം നമ്മൾ എന്ത് പ്രവൃത്തികൾ എടുത്തു വെച്ചാലും അതിന് യാതൊരു വക ഫലവുമില്ല. അപ്പോൾ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തു ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് നമ്മെ നീതിമാന്മാരാക്കുന്നത്. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം ശരിയായിട്ടുള്ള വിശ്വാസമാണ്. എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ലോകത്ത് സുവിശേഷത്തെ ശരിയായി പ്രസംഗിക്കുന്നതിനേക്കാൾ ഏറെ പ്രസംഗിക്കുന്നത് തെറ്റായിട്ടാണ്. ഓരോ സുവിശേഷ പ്രസംഗങ്ങളും ശ്രദ്ധിച്ചാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ട് ശരിയായ സുവിശേഷ പ്രസംഗങ്ങൾ അത്യപൂർവമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
കേട്ടിട്ടുള്ളൂ. അവിടെ തന്നെ മാനസാന്തരത്തെക്കുറിച്ച് പറയാത്തതായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്, തന്നെ ത്യജിക്കുന്നതിനെക്കുറിച്ച് പറയാത്തതായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പോലും അറിയത്തില്ലാതെയും പറയാൻ കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല, പറയുന്നതുമില്ലാത്തതായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. അങ്ങനെ പലതരം പ്രസംഗങ്ങളാണ് ഉള്ളത്. സുവിശേഷം 30 സെക്കൻഡിൽ എന്നൊക്കെ പറഞ്ഞ് ചില ക്ലിപ്പുകൾ ചിലപ്പോൾ ഞാനിങ്ങനെ കാണാറുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷിതാവാണ്, നിങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നുള്ള വളരെ ഉപരിപ്ലവമായ ചില ഉപദേശങ്ങളും കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നീതിമാന്മാരായിത്തീരുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാവുന്നത് ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. എല്ലാവർക്കും അത് മനസ്സിലായോ? ഇനി ആരും അറിയില്ല എന്ന് പറയരുത്, ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. ഇനി അടുത്തത്, ഒരു പ്രഖ്യാപനത്തിലൂടെ നീതിമാന്മാരായി തീർന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശരിയായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനിയുള്ള പ്രശ്നം നിത്യതയിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന്. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യം നമുക്ക് ഒന്ന് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനിറപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തുന്നുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് പറയുമ്പോൾ അവിടെ ലിസ്റ്റ് പൂർത്തിയാകുന്നില്ല എന്നാണ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്. മുതലായവ എന്നും വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഇവിടെ ഗലാത്യയിലുള്ള സഭകൾക്കാണല്ലോ ഈ ലേഖനം എഴുതുന്നത്. ഈ സഭകളോട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ നിങ്ങളോട് മുമ്പേ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണേ? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആരോടാ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വകയൊക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ടോ? മരുന്നിന് അല്ലേ? ഉണ്ട്. സമ്മതിച്ചു, ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരാൾ സമ്മതിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടി ഒരാൾ സമ്മതിച്ചു. അപ്പം ഈ വകയൊക്കെ നമ്മളുടെ ഉള്ളിൽ അത്യാവശ്യം ഉണ്ട് അല്ലേ? അപ്പം എന്താ പറയുന്നേ? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശം ആക്കാൻ സാധ്യതയില്ല എന്നാണോ? അല്ല, അവകാശമാക്കുകയില്ല എന്ന് വളരെ കർശനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ദൂരെ ഇരുന്ന് ഈ കത്ത് എഴുതുകയാണ്. അപ്പോഴും എന്താ പറയുന്നേ? ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, ഇപ്പം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഈ വക പരിപാടിയും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത് വളരെ ഈ രക്ഷഭദ്രമല്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള രക്ഷഭദ്രമാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടൊരു സഹോദരൻ്റെ ക്ലാസ് ഞാൻ ഈ അടുത്ത കാലത്ത് കേൾക്കാനിടയായി. ഈ വചനത്തെ വ്യാഖ്യാനിച്ചപ്പം അദ്ദേഹം ഇങ്ങനെയുള്ള ആരും സ്വർഗ്ഗരാജ്യത്തിൽ പോവുകയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അതിനെ തിരിച്ചു പറയാനായിട്ട് യാതൊരു ന്യായവുമില്ല. അത്രത്തോളം വിശ്വസ്തത അദ്ദേഹം കാണിച്ചു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നല്ല, ദൈവരാജ്യത്തിൽ അവകാശമൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് അതിന് അത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഇതിന് സമാനമായിട്ടുള്ള വേറെ ധാരാളം വേദവാക്യങ്ങൾ ഉണ്ട് താനും. അപ്പോൾ ഈ വക അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയുമില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ വീണ്ടെടുപ്പിൻ്റെ പരിപാടി എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് എഴുന്നേറ്റ് തന്ന മൈക്ക് ഉപയോഗിച്ചൊന്ന് പറയാമോ? അല്ലേ, നമ്മൾ എത്ര കാലമായി ഇത് കേൾക്കുന്നു? എനിക്ക് കർത്താവിൻ്റെ ഈ രക്ഷയുടെ ദൈവത്തിങ്കിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രവേശനത്തിൻ്റെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ചിന്ത, ദൈവം നീതിമാനാണ്. നീതിയും ന്യായവും ദൈവത്തിൻ്റെ
സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ദൈവം തൻ്റെ മക്കളെ ഏദനിൽ സൃഷ്ടിച്ചപ്പോൾ നീതികേട് അവർ ചെയ്തു. ദൈവത്തിൻ്റെ സ്നേഹം അവർ സ്വീകരിച്ചില്ല. അവർ മറ്റൊരു യജമാനൻ്റെ പക്കലേക്ക് പോയി. ദൈവം സ്നേഹവാനായതുകൊണ്ടും നീതിയും ന്യായവും ദൈവം നടത്താൻ ഇച്ഛിക്കുന്നത് കൊണ്ടും ദൈവത്തിന് നീതിയില്ലാതെ ന്യായം അടുത്തേക്ക് വരില്ല. ന്യായവും നീതിയും ഏദനിലുണ്ടായിരുന്നു. ഇവർ അന്യായം ചെയ്തപ്പോൾ നീതി അവിടെയുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് അടുക്കാൻ പറ്റുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ഇവിടെ വന്ന് മരിച്ചതുകൊണ്ട്, എല്ലാവരുടെയും പാപങ്ങളെ ദൈവം ഏറ്റെടുത്തതുകൊണ്ട്, ഈ പാപങ്ങൾ ദൈവം നമ്മുടേത് നമ്മൾ പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ന്യായം അടുത്ത് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ന്യായം വരുമ്പോൾ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ന്യായവും നീതിയും ആ സ്നേഹമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുവിലേക്ക് വരുന്നത്, ദൈവസ്നേഹം. അതുകൊണ്ട് നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഈ യാഗത്തിൽ, യേശുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങളെ ദൈവം പിന്നെ കണക്കിടുന്നില്ല. കാരണം ദൈവത്തിന് അവിടെ നീതി പ്രവർത്തിക്കാൻ ഒരിടം ദൈവത്തിന് കിട്ടി. അത് പുത്രൻ്റെ രക്തമാണ്. അതിന് ഞാൻ എൻ്റെ പാവങ്ങളെ നിരുപാധികം എത്രത്തോളം ഏറ്റു പറയാൻ എനിക്ക്, അത് ഒരു പ്രാവശ്യം ഒന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം നമ്മളെ അടുപ്പിച്ചു. വീണ്ടും ഒരുപാട് സമയങ്ങളിൽ നമ്മൾ ദൈവത്തിൽ അകന്നു പോകുന്ന അവസ്ഥയിലൊക്കെ ദൈവാത്മാവ് നമ്മോട് പറയും, നീ അകന്നു പോയി, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മാപ്പപേക്ഷിക്കുകയും ദൈവമേ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം ക്ഷമിക്കണം. ക്ഷമിക്കുന്നിടത്തേക്ക് ദൈവം തൻ്റെ കൃപ ചൊരിയും. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ശരി, ഓക്കെ. ഹരിയെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ശരി. അങ്ങനെ ഉള്ള ഒരു സഭയായിരുന്നു, ജോയ്സോൻ പറഞ്ഞതുപോലെയുള്ളൊരു സഭയായിരുന്നു ഗലാത്യയിലെ സഭ. അവരവിടെ പാപം ചെയ്തു, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവരവിടെ ഏറ്റുപറയണം, ഏറ്റുപറഞ്ഞില്ല എങ്കിൽ ക്ഷമിക്കുകയില്ലെന്നോ ഒന്നുമല്ല. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, തീർച്ച എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ക്രിസ്തീയ ജീവിതത്തെ നാം പലപ്പോഴും അതിൻ്റെ കൃത്യതയിൽ മനസ്സിലാക്കുവാനായിട്ട് പരാജയപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ വരുന്നത്. ജോയ്സോൻ പറഞ്ഞ കാര്യത്തിൽ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, എന്നാൽ അത് ഞാൻ ചോദിച്ചതിന് ഉത്തരമായിട്ടില്ല എന്നുള്ളതും ഒരു ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യം. ഞാൻ വായിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങൾ വാക്യം വായിക്കുകയാണെങ്കിൽ മൈക്കിൽ വായിക്കണം. കാരണം ഓൺലൈനിലുള്ളവർക്കും യൂട്യൂബിൽ കേൾക്കുന്നവർക്കും ഒന്നും അത് കേൾക്കാനായിട്ട് കഴിയില്ല. മൈക്കിൽ വായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ വായിച്ചോളാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും അങ്ങനെ പ്രാപിക്കുന്ന ഒരു തേജസ്സിനെ കുറിച്ചാണോ ഇവിടെ പറയുന്നത്? അല്ല, നമ്മളിൽ വെളിപ്പെടാനുള്ള, അതായത് മറ്റാരോ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി, അല്ലേ? ഇവൻ നീതിമാൻ, ഇവൻ്റെ സകല പാപത്തിൻ്റെയും കുറ്റത്തിൻ്റെയും ശിക്ഷ ഞാൻ ഏറ്റെടുത്തു, അവനിന്ന് കുറ്റവാളിയല്ല, അവനിന്ന് സ്വതന്ത്രനാണ്, അവനിന്ന് നീതിമാനാണ് എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വരവെങ്കിൽ
ഒരു പ്രഖ്യാപനമാണ് ഉണ്ടാവുന്നത്. നമ്മളങ്ങനെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആ രൂപാന്തരപ്പെടൽ ഒരിക്കലും സ്വർഗത്തിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു തേജസ്സിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നില്ല. സ്വർഗത്തിൽ പാപത്തിൻ്റെ ഒരു അംശം പോലും അവിടെ സമ്മതിക്കാനായിട്ട് പോയില്ല. അപ്പോൾ ഒരു പ്രഖ്യാപനത്തിലൂടെ നമ്മെ നീതിമാന്മാരായി കർത്താവിൻ്റെ യാഗമരണത്തിലുള്ള വിശ്വാസത്തിലും ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യതയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഒരു വാക്യങ്ങളോട് വായിക്കാം. 18 വായിച്ചല്ലോ. 19 വാക്യത്തില് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. അപ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. അതെന്താ വെളിപ്പാടിനെ എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. വീണ്ടും 20 വാക്യത്തിൽ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യമായിട്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ആണോ? ആണ്. അതൊക്കെ ഒരു വെളിപ്പാടായിട്ട്, അതായത് നാം നമ്മുടെ പ്രവർത്തനത്തിലൂടെ അങ്ങനെ നേടിയെടുക്കുന്ന ഒരു കാര്യമായിട്ടല്ല, മറിച്ച് നമ്മളെ ഒരു പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഒരു വെളിപ്പാടിലൂടെ നമ്മളെ സ്വർഗത്തിൽ വസിക്കാൻ പ്രാപ്തരായ വിശുദ്ധിയുള്ളവരായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് അതിനെ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ മാത്രമല്ല, വേറെയും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. മുമ്പേ ശത്രുക്കളായിരുന്നു, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരായിരുന്നു. അവരെ എങ്ങനെയാണ് നിർത്താൻ പോകുന്നത്? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി. അടുത്ത വാക്കെന്താണ്? നിർത്തേണ്ടതിന്, അല്ലേ? ആകേണ്ടതിനെന്നാണോ? നിർത്തേണ്ടതിന്. അപ്പോൾ അവിടെ മൂന്നാമതൊരാളുടെ പ്രവർത്തനമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ദൈവമക്കളെ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി മറ്റൊരാൾ നിർത്തുന്നു, നമ്മൾ നിൽക്കുന്നതല്ല. വീണ്ടും തൻ്റെ സന്നിധി, എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നാം ദൈവസന്നിധിയിൽ നിന്നാൽ മാത്രമേ നിത്യതയിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അത് നാം നേടിയെടുക്കുന്നതല്ല, അതൊരു പ്രഖ്യാപനമാണ്. നാം അങ്ങനെ അങ്ങോട്ട് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതകാലത്ത് വരുമ്പോൾ നമ്മൾ എന്താവും? ഒന്നുകിൽ ഉയർത്തെഴുന്നേറ്റ് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കും, അതല്ലെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോട് സദൃശ്യന്മാരായിട്ട് നാം തീരും. കർത്താവിനോട് സദൃശ്യന്മാരായി തീരുന്നവർക്ക് മാത്രമാണ് എങ്ങോട്ടുള്ള പ്രവേശനം? നിത്യതയിലേക്കുള്ള പ്രവേശനം. അത് ആർക്കാണ്? അതെങ്ങനെയാണ്? അത് പ്രഖ്യാപനത്തിലൂടെയാണ്. അത് ആരും നേടിയെടുക്കുന്നതല്ല. സ്വർഗത്തില് വസിക്കാൻ കഴിയുന്ന വിധത്തിൽ വിശുദ്ധിയോടുകൂടി, അതായത് കളങ്കം യാതൊന്നുമില്ലാതെ വിശുദ്ധിയിൽ പൂർണ്ണത തികച്ചവരായിട്ടുള്ള ഒരാൾ പോലും ലോകത്തിൽ ജീവിച്ചിട്ടില്ല. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. അത് എങ്ങനെയാണ് അപ്പോൾ നമ്മളെ അങ്ങനെ പ്രഖ്യാപിക്കുന്നത്? നമ്മളെ നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പ്രഖ്യാപിക്കുന്നത്? ആരെയാണ് പ്രഖ്യാപിക്കുന്നത്? അതാണ് ഇപ്പോൾ ചോദ്യം.
അപ്പം തുടക്കം നമ്മൾ കണ്ടു, എന്താണ്? വിശ്വാസത്താൽ നമ്മെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒടുക്കം നാം കണ്ടു, എന്താ കണ്ടേ? നാം നമ്മെ കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരും വിശുദ്ധരുമായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ രണ്ട് പ്രഖ്യാപനങ്ങളുടെ നടുവിലുള്ള ജീവിതമാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിൽ ചിലരോട് കർത്താവ് പറയുകയാണ്, വചനം പറയുകയാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വചനത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കിടപ്പ് നിങ്ങൾക്ക് ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിന് ശേഷം ചില ആളുകൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, സഭയിലെ ചില ആളുകൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നും കുറേ ആളുകളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നിത്യതയിലേക്ക് പോവുകയും ചെയ്യുമെന്നും നമ്മൾ കാണുന്നു. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് അടിസ്ഥാനം? ആർക്കെങ്കിലും ഉത്തരം പറയാമോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അടിസ്ഥാനം? യഥാർത്ഥത്തിൽ ഇന്ന് സഹോദരൻ ആ ഒരു വാക്യവും ഇവിടെ പരാമർശിച്ചു. സാബു സഹോദരൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട്, അതാണ് നമ്മളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മെ നടത്തുന്നതായിട്ടുള്ള ഒരു പ്രഥമ കാര്യം എന്ന് പറയുന്നത്. സകലത്തിലും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഒഴിവുണ്ടോ? ഇല്ല. എല്ലാ കാര്യത്തിലും നമ്മളുടെ ഇച്ഛ എന്താണ്? നല്ലവരായി നടക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇച്ഛ. അപ്പം ഇച്ഛിക്കുന്നവനെ ആര് എങ്ങനെയാക്കും? ഇച്ഛിക്കുന്നവനെ അതിന് വേണ്ടുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും ദൈവം നൽകും. അങ്ങനെ ഇച്ഛിക്കുന്നവന് വേണ്ടുന്നതായിട്ടുള്ള ശക്തിയും കാഴ്ചപ്പാടും അതുപോലെ തന്നെ സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ആത്മാവാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എന്ന് പറയുന്നത്. ആരാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ? സകലത്തിലും നല്ലവരായി നടക്കാൻ ഇച്ഛിക്കുന്ന ആളുകളെ, അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ജീവനും ഭക്തിക്കും വേണ്ടിയതായിട്ടുള്ള എല്ലാം നൽകി ദൈവം അവരെ നടത്തുകയും അവരിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കുകയും ദൈവം ചെയ്യും. ദൈവം അതങ്ങനെ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അവരൊരിക്കൽ മരിക്കും, അതല്ലെങ്കിൽ കർത്താവ് വരും. അന്ന് അവരെ കർത്താവ് അങ്ങ് പ്രഖ്യാപിക്കും, ഇവൻ വിശുദ്ധൻ, ഇവൻ നിഷ്കളങ്കൻ, ഇവൻ കുറ്റമില്ലാത്തവൻ. സ്തെഫനോസ് സഭാ രൂപീകരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കൊല്ലപ്പെട്ടു, അല്ലേ? കല്ലെറിഞ്ഞ് കൊന്നു. സ്റ്റെഫനോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ക്രിസ്തു എന്ന തലയോളം വളർന്ന് പോയിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. പക്ഷേ കർത്താവ് എഴുന്നേറ്റ് നിന്ന് തന്നെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ താൻ കാണുകയുണ്ടായി. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകളെ, സകലത്തിലും നല്ലവരായിട്ട് നടക്കാൻ ഇച്ഛിക്കുന്നവരെ ദൈവാത്മാവ് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ശക്തിയും ബലവും അതിനു വേണ്ടുന്ന എല്ലാ നന്മയും കൊടുത്ത് അവരെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ മരണത്തിങ്കൽ, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് ഒരു പ്രഖ്യാപനം നടത്തും, ഇവൻ വിശുദ്ധൻ, ഇവൻ നിഷ്കളങ്കൻ, ഇവൻ കുറ്റമില്ലാത്തവൻ. അതല്ലാതെ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിച്ച് നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല സ്വർഗരാജ്യത്തിൽ നമുക്ക് കിടക്കാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. രണ്ടും പ്രഖ്യാപനങ്ങളാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഈ ആദ്യത്തെ പ്രഖ്യാപനം ലഭിച്ചതായിട്ടുള്ള ആളുകൾ അവർ പിന്നെയും വേറൊരു വഴിക്ക് അങ്ങ് തിരിഞ്ഞു. അവർക്ക് നല്ലത് ചെയ്യാനായിട്ടുള്ള ഇച്ഛയൊന്നും അവർക്കില്ല.
നല്ലത് ചെയ്യാനായിട്ടുള്ള ഇച്ഛയില്ല എന്ന് പറയുമ്പോൾ അവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇച്ഛകൾ മാത്രമേ ഉള്ളൂ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ, അല്ലെ അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ആളുകൾ ജീവിച്ചത് അതേ ഒരു നിലയിലേക്ക് അവർ ജീവിക്കാനായിട്ട് തീരുമാനിച്ച് പോകുന്നു. അതായത് അവരുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കുന്നു. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരുടെ അവയവങ്ങളെ അവർ സമർപ്പിക്കുന്നു. ദൈവമല്ല, അവർ സമർപ്പിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഈ ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നല്ലവരായി നടക്കാനായിട്ടുള്ള ഇച്ഛയില്ല. അങ്ങനെ ഇച്ഛിക്കുക എന്ന് പറയുന്നത് അവർക്കങ്ങനെ താല്പര്യമൊന്നുമില്ല. അവർ പറയും ഇങ്ങനെയൊക്കെ ആർക്ക് ജീവിക്കാൻ കഴിയും, ആരാ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ളത് എന്നുള്ളതായ മുടക്ക് ന്യായങ്ങളൊക്കെ അവർ ഉന്നയിക്കും. പിന്നെ അവരുടേതായിട്ടുള്ള വഴികളിൽ തന്നെ, അതായത് നമ്മൾ പറഞ്ഞാൽ, നമ്മുടെ സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ലോകത്ത് മറ്റുള്ള ആളുകൾ ജീവിക്കുന്ന അതേ കാഴ്ചപ്പാടും അതേ ലക്ഷ്യങ്ങളും അതേ മാർഗങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ അത് ഒരു വിശ്വാസിയുടെ ജീവിതമല്ല, അതൊരു അവിശ്വാസിയുടെ ജീവിതമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഇവിടെ മാത്രമല്ല, വചനത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ഒക്കെ ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കേന്ദ്ര വിഷയത്തിലേക്ക് വരികയാണ്. ഒരിക്കൽ നീതിമാന്മാരായിട്ട് ദൈവം പ്രഖ്യാപിച്ചു, ദൈവത്തിൻ്റെ മക്കളായി തീർത്തു. അവരെ ആ വഴിയിൽ നിത്യതയിലേക്ക് നടത്തുവാനായിട്ട് അവർക്ക് ദൈവാത്മാവിനെ നൽകുകയും ചെയ്തു. ആ ആത്മാവിനെ അനുസരിച്ച് നല്ലവരായി നടക്കാൻ ഇച്ഛിക്കുന്ന എല്ലാവരെയും അവൻ്റെ മരണത്തിങ്കൽ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കർത്താവ്, ഇവൻ വിശുദ്ധൻ, ഇവൾ വിശുദ്ധ, ഇവൾ അല്ലെങ്കിൽ ഇവൻ കുറ്റമില്ലാത്തവൻ, ആ കുറ്റമൊക്കെ കർത്താവ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കുറ്റമില്ല. എന്തുകൊണ്ടാണ് നമ്മെ നീതീകരിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ നീതീകരിച്ച് കുറ്റമില്ലാത്തവരായിട്ട് നമ്മെ വിടുന്നത്? അത് കർത്താവ് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കുറ്റങ്ങളെ വീണ്ടും കർത്താവ് ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ആ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്, ഒരു ഞെരുക്കവും ഇടുക്കവുമുള്ള ഒരു വഴി. നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടുക്കവും ഞെരുക്കവുമുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയെ സഞ്ചരിക്കുന്ന ആളുകളെയാണ് ദൈവം സ്വീകരിക്കുന്നത്. അല്ലാതെ നമുക്കറിയാമല്ലോ, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനെയുമല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആരുടെ ഇഷ്ടം ചെയ്യുന്നവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ജീവിച്ചവരെ കുറിച്ചാണ് ആ നാളിൽ പലരും വന്ന് എന്നോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയും എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ആത്മീക സത്യം ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ വചനത്തിൽ വളരെ കൃത്യമാണ്, ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നാൽ നാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ സകലത്തിലും നല്ലവരായി ജീവിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ പരാജയങ്ങൾ വരും, വീഴ്ചകൾ വരും, ഒക്കെ വരും. പക്ഷേ നമ്മുടെ മരണത്തിങ്കൽ നമ്മെ ഒരു പ്രഖ്യാപനം നടത്തും. അത് എന്തിൻ്റെ? വിശുദ്ധിയുടെ പൂർണ്ണത എത്തിയവരെ അല്ല, അങ്ങനെ ആരുമില്ല. എന്നാൽ അങ്ങോട്ടുള്ള യാത്രയിൽ യാത്ര ചെയ്യുന്ന, ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം സ്വീകരിക്കുക ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം സ്വീകരിക്കുന്നത് പോലെ തന്നെ തൻ്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി നല്ലവരായി നടക്കാൻ ഇച്ഛിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന എല്ലാവരെയും ദൈവം ഒരു പ്രഖ്യാപനത്തിലൂടെ എല്ലാം വിട്ടുകളയുന്നു. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ അവസ്ഥ?
നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ താല്പര്യത്തിനാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യത്തിനും വേണ്ടിയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ, അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, അല്ലേ? അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്, പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം, അല്ലേ? എന്തെങ്കിലും സംശയം ഇവിടെ ഉണ്ടോ? അത് തന്നെയാണ് ഗലാത്യ ലേഖനത്തിലും പറയുന്നത്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് എന്ത് ജീവിതമാണ്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അതിൽ വിജയിക്കുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് പല ആളുകളും പല തലത്തിലായിരിക്കും, പല ലെവലിലായിരിക്കും. പക്ഷേ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട്, അതായത് അതിനെയാണ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ നാം മരിപ്പിക്കുമ്പോൾ നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി. ദൈവാത്മാവ് നടത്തുന്നവനേവനും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് സകലത്തിലും നല്ലവരായി നടക്കാൻ ഇച്ഛിച്ചുകൊണ്ട് ആ ക്രൂശിലേക്ക്, ആ പ്രത്യാശയിലേക്ക് നോക്കി ജീവിക്കുന്ന ആളുകളെ അവന്റെ മരണത്തിങ്കൽ ദൈവം കൊടുക്കുന്ന പ്രഖ്യാപനമാണ്: ഇവൻ നീതിമാൻ, ഇവൻ കുറ്റമില്ലാത്തവൻ, ഇവൻ നിഷ്കളങ്കൻ, ഇവൻ വിശുദ്ധൻ. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലൂടെ മാത്രമേ നമുക്ക് ആ തലത്തിലെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. രക്ഷഭദ്രമാണോ? ഇതിനെയൊക്കെ വളരെ തെറ്റിദ്ധരിച്ചാണ് ആളുകൾ പഠിപ്പിക്കുന്നത്. ഇത്ര കൃത്യമായി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചതുപോലെ ഇത്ര കൃത്യതയോടെ ഒരുപക്ഷെ ഞാൻ പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവവചനം നാം പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ അതിൻ്റെ ആഴങ്ങളെയും അതിൻ്റെ കൃത്യതയെയും ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. 5 മിനിറ്റ്. ചോദിക്കുന്നവർ മൈക്കിൽ ചോദിക്കണം. ഒരൊറ്റ ചോദ്യമേ നമുക്കുള്ളൂ: നമ്മൾ നിയന്ത്രിക്കുന്നത് ആരാലാണ്, എന്തിനാലാണ്? നമ്മുടെ ഇഷ്ടമാണെങ്കിൽ തീർന്നു. ഒരു ചോദ്യം. കൊലോസ്യ ലേഖനം 2:15 വായിക്കുന്നത്, അവിടുന്ന് ക്രൂശിൽ നമുക്ക് വിരോധമായിരുന്ന, പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് എല്ലാം മായ്ച്ചു. അവിടെ മായ്ച്ചു കളഞ്ഞു. അതെപ്പോഴാണ് മായ്ക്കുന്നത്? നമ്മൾ നീതീകരണത്തിലേക്ക് വരുമ്പോൾ മായ്ച്ചു. കർത്താവ് നീതിമാനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഈ എതിർ ശക്തിക്ക്, സാത്താന്, കയ്യെഴുത്ത് എഴുതാൻ അവകാശമില്ലേ? എഴുതുന്നില്ലേ? സാത്താനല്ല എഴുതുന്നത്, നമ്മളാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അനുകൂലമായിട്ട് ദൈവം എല്ലാം ചെയ്തു. നമ്മളത് വിട്ടിട്ട് നമ്മൾ പിശാചിൻ്റെയും നമ്മുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നതാണ്. പിശാചൊന്നും എഴുതുന്നതല്ല. പിശാച് നേരത്തെ സോരൻ പറഞ്ഞതുപോലെ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള കെണികളിലേക്ക് നമ്മൾ പോയി ചാടുക ചെയ്യുന്നത്. അല്ല, ഈ എഴുതി വെക്കുന്നത് ഞാൻ തന്നെയാണോ എഴുതി വെക്കുന്നത്? ഈ പാപം ചെയ്യുമ്പോൾ ഞാൻ കുറേ പാപം, അതിനുശേഷവും രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ നീതീകരണം പ്രാപിച്ച ശേഷവും പാപം എന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് എഴുതി വെക്കുന്നുണ്ടോ? ആരെങ്കിലും ആയിക്കോട്ടെ, എഴുതി വെക്കുന്നുണ്ടോ? പാപം എന്നിലേക്ക് കടന്നു വരികയല്ല ചെയ്യുന്നത്, ഞാൻ പാപത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അല്ല, എങ്ങനെയാണെങ്കിലും ഈ പാപം, ഈ രക്ഷ പ്രാപിച്ച വിശുദ്ധൻ്റെ ജീവിതത്തിൽ പിന്നെ പാപം കടന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ അവൻ പാപം ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പം അവിടെ എഴുത്തു വരുന്നില്ലേ? എഴുതുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മനസ്സിലാകുന്ന എവിടെയെങ്കിലും ഒരു പുസ്തകം വെച്ചിട്ട് ഇന്നയാൾ ഇന്നത് ചെയ്തു, ഇന്നയാൾ ഇന്നത് ചെയ്തു എന്നുള്ളതായിട്ടുള്ള ഒരു എഴുത്ത് എന്നുള്ളതിനേക്കാൾ അതൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അതെല്ലാം അറിയാം. അതിനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് അതിനെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അല്ല, ഇയ്യോബിന്റെ അടുത്ത് ഇവൻ പോയി പറഞ്ഞില്ലേ? ഇയ്യോബിന്റെ അടുത്ത് സാത്താൻ ചെന്ന് പറഞ്ഞില്ലേ? അവനവിടെ പ്രവേശനമുണ്ട്, അവൻ അവിടെ ചെല്ലുന്നുണ്ടല്ലോ. നമ്മുടെ പാവങ്ങളെ കുറിച്ച് ഞാൻ വിശുദ്ധനാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പറയുകയാണ് അവൻ വിശുദ്ധനല്ല, അവൻ ഇന്ന പാവങ്ങളൊക്കെ. ഈ പാവത്തിൻ്റെ പ്രലോഭനം തരുന്ന ഇവനറിയാവുമല്ലോ, അല്ലെങ്കിൽ സാത്താൻ അറിയാവുമല്ലോ, ഈ ഞാൻ എന്തെല്ലാം പാവം ദൈവത്തെ അറിഞ്ഞ ശേഷവും ചെയ്തിട്ടുണ്ടെന്ന്.
അതിന്റെ കണക്ക് കൊണ്ട് അവൻ ചെല്ലില്ലേ? അതിന്റെ കണക്കുകൊണ്ട് ചെല്ലും. വിരോധി നിങ്ങളെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിങ്ങളെ സകല സൽപ്രവൃത്തികളിലും കാണിക്കുക, അല്ല വിശുദ്ധരെ കാണിക്കുക എന്നോ അങ്ങനെ ഒരു വാക്യമുണ്ട് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ. അപ്പോൾ സാത്താൻ ചെല്ലും, ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇട കൊടുക്കരുത്. അതുകൊണ്ടാണ് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. പാപം ചെയ്താൽ മാനസാന്തരപ്പെടുക. നമ്മൾ കണക്ക് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. അങ്ങനെയുള്ള ആളുകൾ, തെറ്റിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് ഇടത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ആരെങ്കിലും ഇടയ്ക്ക് തെറ്റ് വീണുപോയാൽ നമുക്ക് കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ, അപ്പൊ പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം എന്ന് പറയുന്നത്. ഇനി എങ്കിലോ അഥവാ ഒരാൾ പാപം ചെയ്തു പോയാൽ നീതിമാനായ ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് നിരപ്പ് പ്രാപിക്കുക. അതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. എന്നാൽ ആ പാപത്തിൽ അങ്ങനെ തന്നെ തുടർന്ന് ജീവിക്കുക, മാനസാന്തരപ്പെടാൻ തയ്യാറല്ല എന്ന് വന്നാൽ അങ്ങനെയുള്ളവരെ കുറിച്ച് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്നു, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിശാചിന്റെ മകൻ ആകുന്നു. അതായത് വിശ്വാസികൾക്ക് എഴുതുന്ന കാര്യമാണ്. ഒരാൾ പാപം ചെയ്തുകൊണ്ട് അതിൽ തന്നെ മാനസാന്തരമില്ലാതെ രമ്യതപ്പെടാൻ തയ്യാറില്ലാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവൻ അവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അവയവങ്ങളെയും ഒക്കെ പിശാചിന് കൊണ്ട് പണയം വെച്ചതാണ്. അതുകൊണ്ട് അവൻ പിശാചിൻ്റെ മകനാണ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമില്ല. മാനസാന്തരപ്പെടാൻ തയ്യാറുള്ളവർക്ക്, ആത്മാവിനാൽ നടത്തപ്പെടുവാൻ ഇച്ഛിക്കുന്നവർക്ക്, അവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. അത് അവർ പൂർണ്ണതയിൽ എത്തിയത് കൊണ്ടല്ല, അവർ ആ വഴിയെ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവം അവരെ പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. അതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. അത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നാം അവൻ്റെ സ്വരൂപത്തോട് സദൃശ്യരായി തീരുക. അവൻ്റെ സ്വരൂപത്തോട് സദൃശ്യരാകുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്വരൂപത്തോട് സദൃശ്യമാകുന്നത് എപ്പോഴാണ്? കർത്താവ് വരുമ്പോഴാണ്. നിങ്ങൾ അവനെപ്പോലെ ആകും എന്നാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്. അവനോട് സദൃശ്യന്മാരാകും, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകും. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവർക്ക് മാത്രമേ നിത്യതയിലേക്കുള്ള പ്രവേശനമുള്ളൂ. ഞാനന്ന് രക്ഷിക്കപ്പെട്ടു, പറഞ്ഞു രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ സൗകര്യം പോലെ ജീവിക്കാം, എനിക്കിനി ഒരു ശിക്ഷയും വരാനില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രമാണം ബൈബിളിൽ ഒരിടത്തുമില്ല. എവിടെയെങ്കിലും അങ്ങനെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. എങ്ങനെ ജീവിച്ചാലും എന്ത് പറ്റിയാലും നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാനുമില്ല. അത് ദൈവം അങ്ങ് എഴുതിയത് തന്നെയാണ്, ഇനി അതിനകത്ത് ഒരു മായ്ക്കലും വരുത്തുകയില്ല എന്നെവിടെയെങ്കിലും അങ്ങനെ ഒരു ആശയം ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? വാക്യം വേണ്ട, ഒരാശയമുണ്ടോ? ഈ എബ്രായ ലേഖനത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ പക്ഷപാതം ചെയ്യണമെങ്കിൽ ഇപ്പം ഞാനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമെങ്കിൽ ഞാൻ പാപങ്ങൾ ഏറ്റു പറയണ്ടേ? എൻ്റെ കർത്താവ്, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടപെട്ടു, അത് തെറ്റായിപ്പോയി. അപ്പം ഞാൻ അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ പാപം ഇവിടെ എഴുതി വെച്ച് കഴിയുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഇപ്പം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. അതുപോലെ തന്നെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തതും പാപമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ പാപങ്ങളും നമുക്ക് ബോധ്യമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ പോകുമ്പോൾ അത് പാപമായിട്ട് അവശേഷിക്കുന്നു. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലാത്തൊരു പാപത്തിന് വേണ്ടി നമ്മളെങ്ങനെയാണ് മാനസാന്തരപ്പെടണേ? നമ്മൾ പാപത്തെ, വ്യഭിചാരം, കൊലപാതകം, നുണ, ഏഷണി, പക, ഈ 5-6 കൂട്ടത്തിൽ മാത്രം പാപത്തെ നാം ഒതുക്കുമ്പോഴാണ് ഈ ഏറ്റുപറച്ചിലിൻ്റെ പ്രസക്തി വരുന്നത്. പാപം നമുക്ക് ബോധ്യപ്പെട്ടാൽ ഏറ്റുപറയണമെന്നുള്ളത് തികച്ചും ന്യായമാണ്. ഏറ്റുപറയുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് അത് ചെയ്യുന്നത്. അത് ജോയ്സോറും പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ നമുക്ക് ഏറ്റുപറയാൻ നമുക്ക് തന്നെ ബോധ്യമാകാത്ത പാപങ്ങളുണ്ട്. അതിന് പരിഹാരം എവിടെയാണ്? അപ്പോൾ നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മളുടെ ഏറ്റുപറച്ചിലല്ല. പാപബോധം വന്നാൽ ഏറ്റുപറയണം. ബോധം വരാത്തത് പോലും നമ്മളുടെ ലക്ഷ്യം ആ നിത്യതയെ വെച്ചുകൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെട്ട് നാം വിശ്വാസത്താൽ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മരണത്തിങ്കിൽ ദൈവം നമ്മെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആ വിഷയത്തിൽ അഭിപ്രായ ഒരു വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പരിശുദ്ധാത്മാവ് എന്നെ അറിയിക്കുമ്പോൾ ഞാനത് ഏറ്റു പറയുന്നില്ല. വെളിപ്പെട്ട എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞേ പറ്റൂ.
വെളിപ്പെട്ട പാവങ്ങൾ, വെളിപ്പെടാത്ത പാവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. വെളിപ്പെട്ട പാവങ്ങളെ അത് ദൈവം അങ്ങ് ക്ഷമിച്ചോട്ടെ, ഞാൻ അത് ഏറ്റു പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസിയിൽ നിന്നുള്ളവാകുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്തെങ്കിലും സംശയം? ബാബു സൗര, നമ്മൾ പറഞ്ഞതൊക്കെ മൈക്ക് 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 ഈ 1 കൊരിന്ത്യർ 4 അധ്യായം, 1 കൊരിന്ത്യർ 4 അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ നല്ല എനിക്ക് 4-ാം അധ്യായം 4:4 എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിലാക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പൗലോസ് പറഞ്ഞ കാര്യം. അതെ, അതായത് എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എന്ന് വരികിലും ഞാൻ നീതിമാൻ എന്ന് വരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കരുണ കാണിക്കായ്മ, മനസ്സലിവില്ലായ്മയൊക്കെ പാപത്തിന്, മരണകരമായിട്ടുള്ള പാപത്തിൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തെല്ലാം കുറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക് തന്നെ വെളിപ്പെടാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും കുറ്റത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയേണ്ടത്, മനസ്സാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. സുജോ ബ്രദർ പറഞ്ഞ ആ കാര്യം തന്നെ ഈ ഫിലിപ്പ് ലേഖനത്തിലൊരു വാക്യമുണ്ട്. ഫിലിപ്പ് ലേഖനത്തിൽ ബ്രദർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തികഞ്ഞവനായി എന്നോ പിടിച്ചു കഴിഞ്ഞോ എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിന് മറന്ന് മുൻപിലുള്ള ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ പരമയുള്ള ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവനെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളട്ടെ. എന്നിട്ട് അവിടെ തികഞ്ഞവൻ എന്ന് പറഞ്ഞ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ തികഞ്ഞവനായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓട്ടത്തിന്റെ തികവാണ്. ബ്രദർ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, പെർഫെക്റ്റ് ആണ്. എൻ്റെ ലക്ഷ്യം പെർഫെക്റ്റാണ്, എൻ്റെ ഓട്ടം പെർഫെക്റ്റാണ്. പക്ഷെ ആ പെർഫെക്റ്റിൽ ഞാൻ എത്തിയില്ല. എന്ത് പെർഫെക്ഷന് വേണ്ടിയാണ് ഞാൻ ഓടുന്നത് അത് ഞാൻ തികച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഓട്ടത്തിന് ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഓട്ടത്തിന് ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് സ്വന്തം താല്പര്യത്തിലേക്ക് മാറി പോകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് പറയാം എൻ്റെ ഓട്ടം തികവുള്ളതല്ല. അതില് നമുക്ക് വെളിപ്പെടാത്ത പാപങ്ങൾ ഉണ്ട്. ഇപ്പം അവസരം വായിച്ച വാക്യം ഇപ്പൊ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രായോഗിക ജീവിതത്തിൽ പോലും ഒരിക്കലും മാംസം തിന്നപ്പോൾ അത് ഇടർച്ചയാണെന്ന് ആ സഹോദരന് തോന്നിയിരുന്നില്ല. പക്ഷെ മുൻപോട്ടുള്ള ജീവിതത്തിൽ മനസ്സിലായി താൻ മാംസം തിന്നതുകൊണ്ട് വേറൊരു സഹോദരൻ ഇടർച്ച ഉണ്ടാകുന്നുണ്ടെന്ന ബോധ്യം വന്നപ്പം അത് നിർത്തി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിനനുസരിച്ചുള്ള വെളിപ്പാടുകളെ പാപത്തെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കിട്ടത്തുള്ളല്ലോ. അപ്പൊ അതിൽ നാം വിശ്വസ്തരാണോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതിൽ വിശ്വസ്തനാണെങ്കിൽ ബ്രദർ പറഞ്ഞ പോലെ അവസാനം ഈ തികഞ്ഞവൻ എന്നുള്ള ആ ഒരു വിളിക്ക് യോഗ്യരാകും. നമ്മൾ പലപ്പോഴും ഏറ്റുപറയേണ്ടതായിട്ടുള്ള അനേക പാപങ്ങളും ഏറ്റുപറയാതെയും മാനസാന്തരപ്പെടാതെയുമാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആരും ദൈവാത്മാവ് നമ്മൾ ബോധ്യപ്പെടുത്തുകയില്ല. നമ്മൾ എത്രത്തോളം ദൈവവചനത്തോടുള്ള അനുസരണത്തിൽ മുമ്പോട്ട് പോകുന്നുവോ അത്രത്തോളമാണ് ദൈവാത്മാവ് നമ്മളെ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നിത്യതയിൽ ഉണ്ടായിരിക്കണം. പരമവിളിയുടെ പിടിച്ചുവെന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറക്കുന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞിട്ട് ഞാൻ ഓടുന്നു. ആ ഓടി പോകുന്ന ആളുകളെയാണ് ഒരു സമയം കർത്താവ് പറയും, നീ എൻ്റെ ഓട്ടം നിർത്തിക്കൊള്ളാൻ പറയും.
ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, നീ എൻ്റെ ഓട്ടം നിർത്തിക്കൂ. അതാണ് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ അന്തമെന്ന് പറയുന്നത്. ആ ഓട്ടം ദൈവം നിർത്തിക്കോളാൻ പറയും, ദൈവം നമ്മെ സ്വീകരിക്കും. എല്ലാവർക്കും മനസ്സിലായോ ക്രിസ്തീയ ജീവിതം എന്ത് എന്നുള്ളതിനെക്കുറിച്ച്? അജി സിസ്റ്ററെ, മനസ്സിലായി? അപ്പോൾ ഈ ഒരു വഴിയെ നമ്മൾ മുമ്പോട്ട് പോകണം. ആത്മാവിനാൽ നടത്തപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, കഴിഞ്ഞതൊക്കെ വിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ലക്ഷ്യം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തെ മാത്രം നോക്കിക്കൊണ്ട് നാം ഓടുന്നു. ഓടുന്ന വഴിക്ക് നമ്മൾ വീഴുന്നുണ്ട്. സഭയുണ്ട്, ദൈവമുണ്ട്, നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും നമ്മളോട് കൂടെ ഓടാനും, അല്ലേ? ഈ ഓട്ടം ഒറ്റയ്ക്കുള്ളൊരു ഓട്ടമല്ല, നമ്മളെല്ലാവരും കൂടെയാണ് ഓടുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഓടുമ്പോൾ ചിലർ ഒന്ന് കാലിടറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടെയുള്ളവരെന്ത് ചെയ്യും? ആ കൈ ഒന്ന് കൊടുക്കും, ഒന്ന് എഴുന്നേൽപ്പിക്കും. അതിനാണ് കേട്ടോ സഭ. അതല്ലാതെ എനിക്ക് സഭയുമായിട്ടുള്ള ബന്ധം, ഞായറാഴ്ച പോയി ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു ബന്ധം മാത്രമാണ് എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോയി. അതിനു വേണ്ടിയിട്ടല്ല സഭയുടെ ബന്ധം. നമ്മൾ ഒരുമിച്ച് ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിരിക്കാനും ഉത്സാഹിപ്പിക്കാനും, ക്ഷീണിക്കുമ്പോൾ ഓടെ കുഴപ്പമില്ല, നമുക്ക് ഓടി അങ്ങ് എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് നമ്മളെ ഉത്സാഹിപ്പിച്ച് മുമ്പോട്ട് ഓടിക്കാനും, അതുപോലെ തന്നെ ഒന്ന് ഇടറി വീണാൽ നമ്മെ പിടിച്ച് കയ്യെ പിടിച്ചുകൊണ്ട് ഓടാനും കഴിയുന്നതായിട്ടുള്ളൊരു സംവിധാനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിനൊരു സഭയ്ക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ, അതിൽ സഭയിലെ അംഗങ്ങൾ അതിന് കൂട്ടാളികളാകുന്നില്ല എങ്കിൽ അതൊരു സഭയല്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെയും മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മണൽവേലിൽ നിന്നുള്ള ഫേബ സഹോദരി ഇപ്പോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.